പ്രൈസ് ദ ലോർഡ്. എല്ലാ പ്രിയപ്പെട്ടവർക്കും ആശ്വാസനാദമെന്ന ആത്മീക ശുശ്രൂഷയിലേക്ക് കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹത്തെയും ഒപ്പം വന്ദനത്തെയും അറിയിച്ചു കൊള്ളുകയാണ്. കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ ചിന്തിച്ചത് മഹത്വം എന്ന വിഷയത്തെ അധികരിച്ചായിരുന്നു. ആ വിഷയത്തെ തന്നെ തുടർന്ന് വീണ്ടും ചിന്തിക്കുവാനാണ് നമ്മൾ കർത്താവിൻ്റെ ശരത്തിലിത് വീണ്ടും ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. പ്രൈസല്ല. നമുക്ക് ഏദൻ തോട്ടത്തിൽ ദൈവം തേജസ് തന്നിരുന്നുവല്ലോ. നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനുണ്ടാക്കുക എന്നാണ് ദൈവത്തിൻ്റെ ആലോചന ഉണ്ടായിരുന്നത്. അവിടെ സാദൃശ്യം, സ്വരൂപം എന്നൊക്കെ പദങ്ങൾ കാണുമ്പോൾ അതിലൊരു പദത്തിന് ഇമേജ് എന്നതിന് സലം എന്നൊരു വാക്ക് പ്രായ ബൈബിളിൽ കൊടുത്തിട്ടുണ്ടല്ലോ. പ്രൈസ് ഗോഡ്. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കപ്പെട്ട തേജോരൂപിയായ മനുഷ്യനത് നഷ്ടപ്പെടുത്തി കളഞ്ഞപ്പോൾ, പാപം മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അന്യപ്പെടുത്തിയപ്പോൾ, ക്രിസ്തുവും നമ്മെ ദൈവത്തോടടുപ്പിക്കേണ്ടതിന് നീതിമാനായി, നീതികെട്ടവർക്ക് വേണ്ടി പാപം നിമിത്തം ഒരിക്കലായി മരണശിക്ഷ അനുഭവിക്കുകയും ആത്മാവിൽ ജീവിപ്പിക്കപ്പെടുകയും ചെയ്തു എന്നവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ നമുക്കത് തിരിച്ചു തരാൻ കഴിയുന്ന ഒരു മഹാദൈവത്തിൻ്റെ മുൻപിൽ നാം വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ഇന്ന് ഞാൻ മറ്റൊരു ചിന്തയിലേക്ക്, മഹത്വത്തോട് ബന്ധപ്പെട്ട് മറ്റൊരു ചിന്തയിലേക്ക് നിങ്ങളെ കൊണ്ടുവരുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. വിഷയം മറക്കരുത്. നമ്മുടെ ആധാര കുറിവാക്യം 97 സങ്കീർത്തനം 6 വാക്യം, ആകാശം അവിടുത്തെ നീതിയെ പ്രസിദ്ധമാക്കുന്നു, സകല ജാതികളും അവിടുത്തെ മഹത്വത്തെ കാണുന്നു. പ്രൈസലാണ്. അപ്പോൾ ദൈവത്തിൻ്റെ മഹത്വം എന്നൊരു വിഷയത്തെയാണ് നമ്മൾ ചിന്തിക്കുന്നത് എങ്കിൽ ഒരു ചോദ്യം നമുക്ക് തിരിച്ചൊക്കെ ചോദിക്കാം. ഈ ലോകത്തിൽ മഹത്വം ഉണ്ടോ? ലോകത്തിന് മഹത്വം ഉണ്ടോ? പ്രൈസലാണ്. അങ്ങനൊരു ചോദ്യം നമ്മുടെ അകത്ത് കിടക്കുന്നത് നല്ലതല്ലേ? അല്ലേ? ഇന്ന് നോക്കിക്കോ, ഒത്തിരി അല്ലേ, ഒരുപാട് കാര്യങ്ങൾ ഈ ലോകത്തിൽ ഉണ്ട്. പ്രൈസലാണ്. എവിടേക്ക് വേണമെങ്കിലും നമുക്ക് പോകാം, ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ ലോകത്തിന് മഹത്വമുണ്ടോ? അതിനാധാരമായിട്ട് ആ ചിന്തയിലേക്ക് വരേണ്ടതിന് ഇതെല്ലാം സബ് പോയിന്റുകളാണ് കേട്ടോ. ദൈവമഹത്വം എന്നുള്ളതാണ് നമ്മുടെ വിഷയം. അപ്പം ലോകത്തിന് മഹത്വമുണ്ടോ എന്ന ചോദ്യത്തിന് ആധാരമായിട്ട് നമുക്ക് ചിന്തിക്കാൻ മത്തായിയുടെ സുവിശേഷം 4-ാമത്തെ അധ്യായം അതിൽ 8-ാമത്തെ വാക്യത്തെ ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് കൊണ്ടുവരികയാണ്. പിന്നെ പിശാച് അവനെ ഏറ്റവും ഉയർന്നൊരു മലമേൽ കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലുള്ള സകല രാജ്യങ്ങളെയും അവയുടെ മഹത്വത്തെയും കാണിച്ചു. പ്രൈസല്ല. അപ്പോൾ ലോകത്തിലുള്ള സകല രാജ്യങ്ങളെയും ആ രാജ്യങ്ങളുടെ മഹത്വത്തെയും കാണിച്ചു. ഇതാ ഏതാണ് ഭാഗമെന്ന് നമുക്ക് കൃത്യമായിട്ടറിയാം. പ്രൈസല്ല. യേശുക്രിസ്തു ലോകത്തിൽ വന്നപ്പോൾ താൻ ഉപവസിച്ച് പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ പിശാച് കൂട്ടിക്കൊണ്ടുപോയതാണ്. ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി എന്നവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആത്മാവ് നടത്തി പിശാച് പരീക്ഷിക്കുവാൻ പരീക്ഷകൻ, ദുഷ്ടനായ പിശാച് കർത്താവിനെ കൊണ്ടുപോവുകയാണ്. അപ്പോൾ ലോകത്തുള്ളതെല്ലാം കാണിച്ചു. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഈ ലോകത്തിലുള്ള സകല രാജ്യങ്ങളും അവയുടെ മഹത്വവും, അപ്പോൾ ഈ ലോകത്തിലുള്ള സകല രാജ്യങ്ങൾ അവയുടെ മഹത്വം, അപ്പോൾ രാജ്യങ്ങളുടെ മഹത്വം, ഈ രാജ്യങ്ങൾ എവിടെ? ലോകത്തിൽ. അപ്പം ലോകത്തിനൊരു തരം മഹത്വം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. പ്രൈസല്ല. ഈ ലോകത്തെ നമുക്ക് 3ആയിട്ടൊക്കെ തിരിക്കാം. പ്രൈസ്ക. ഈ ലോകത്തെ 3ആയി തിരിക്കാമെന്ന് പറയുമ്പോൾ അത് യോഹന്നാൻ്റെ ലേഖനത്തിനകത്ത് കൃത്യമായി കർത്താവിൻ്റെ ദാസൻ ആ ഭാഗം രേഖപ്പെടുത്തുന്നുണ്ട്. നമുക്ക് ഏവർക്കും അറിയാവുന്ന ഒരു ഭാഗമാണിത്. യോഹന്നാൻ്റെ 1-ാമത്തെ ലേഖനം 2-ാമത്തെ അധ്യായം അതിൻ്റെ 15-16 വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിൻ്റെ സ്നേഹമില്ല. ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം, ഇങ്ങനെ ലോകത്തിലുള്ളത് എല്ലാം പിതാവിൽ നിന്നല്ല ലോകത്തിൽ നിന്നാകുന്നു. അപ്പം ലോകത്തിലുള്ളതിനെ 3ആയിട്ട് തിരിച്ചു. എന്താണ്? 1 ജഡമോഹം, 2 കൺമോഹം, 3 ജീവനത്തിൻ്റെ പ്രതാപം. ഇത് 3 എവിടെ നിന്നുള്ളതാണ്? ലോകത്തിൽ നിന്നുള്ളതാണ്. വാസ്തവത്തിൽ നമ്മളിവിടെ ജീവിക്കുന്നു അല്ലേ? പ്രൈസല്ല. നമ്മളെ വശീകരിക്കാൻ ഇതൊക്കെ വരുന്നില്ലേ? നിങ്ങൾ ഏദൻ തോട്ടത്തിൽ ഹൗവ എങ്ങനെ വീണു എന്ന് ആലോചിച്ചിട്ടുണ്ടോ? പ്രൈസ് ഗോഡ്.
ഹവ്വയെ കൊണ്ടുപോയിട്ട് ഫലത്തിൻ്റെ മുമ്പിൽ നിർത്തിയിട്ട്, വൃക്ഷത്തിൻ്റെ മുമ്പിൽ നിർത്തിയിട്ട് പിശാച് ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു. എന്താണെന്നറിയാം? തോട്ടത്തിൽ നിൽക്കുന്ന ഏതെങ്കിലും വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത് എന്ന് ദൈവം നിങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ടോ? അതെങ്ങനെ? വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ? സംശയമല്ലേ? ഫ്രൈസല്ലോ, സംശയമല്ലേ ഉണ്ടാകുന്നേ? എന്തെങ്കിലും വാസ്തവമായിട്ട് ദൈവം കൽപ്പിച്ചിട്ടുണ്ടോ? സ്തോത്രം. ചോദ്യം അങ്ങനെ, ഉത്തരം ഇങ്ങനെ. എന്തുവന്നാ? തോട്ടത്തിന് നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിൻ്റെ ഫലം തൊടരുതെന്നും തിന്നരുതെന്നും കർത്താവ് തൊടരുതെന്ന് പറഞ്ഞിട്ടില്ല. അതെവിടെ നാം വന്നേ? ഫ്രൈസല്ല. അന്ന് പാപമില്ലാത്ത കാലഘട്ടമാണ്. പാപമെന്നൊന്നും ഒന്ന് മനുഷ്യജാതിക്ക് അന്നുണ്ടായിട്ടില്ല ആ കാലഘട്ടത്തിൽ. അന്നേരം പുള്ളിക്കാരൻ പറഞ്ഞു, അങ്ങനെ കുഴപ്പമൊന്നുമില്ല, നിങ്ങളൊന്ന് കഴിച്ചു നോക്കിക്കേ, പറിച്ചു ഭക്ഷിച്ചാൽ നിങ്ങളുടെ കണ്ണു തുറക്കും, നിങ്ങൾ ദൈവത്തെ പോലെ ആകും. ഏതായാലും പുള്ളിക്കാരി ഒന്ന് നോക്കിയപ്പോൾ കാണാൻ നല്ലത് എന്ന് കണ്ടു. അപ്പോൾ കണ്ണിൻ്റെ മോഹം ഉണർന്നു. പിന്നെ വീണ്ടും നോക്കിയപ്പോൾ തിന്മാൻ കാമ്യം. അപ്പം ജഡത്തിൻ്റെ ചിന്തകൾ ഇങ്ങനെ വളർന്നു അല്ലേ? ഭക്ഷണത്തിലൂടെ എത്ര പേർ ചതിക്കപ്പെടുന്നു. പ്രൈസ് ഗോഡ്. തീർന്നില്ല, അത് കഴിച്ചാൽ ആരെ പോലെ ആകും? ദൈവത്തെ പോലെ ആകും അല്ലേ? ദൈവത്തെ പോലെ ആകും എന്ന് പറഞ്ഞാൽ ജീവനത്തിൻ്റെ പ്രതാപം. അപ്പോൾ മോഹം ഗർഭം ധരിച്ചു, പാപത്തെ പ്രസവിച്ചു. പ്രൈസ് ഗോഡ്. വാസ്തവത്തിൽ ഇതല്ലേ കർത്താവിൻ്റെ അടുക്കലേക്ക് കൊണ്ടുപോയിട്ട് ചെയ്യുന്നത്? മുഴുവൻ കാണിച്ചു. പ്രൈസ് ഗോഡ്. എല്ലാം കാണിച്ചു. സ്തോത്രം. ഇന്ന് കാണിക്കുന്ന ഒത്തിരി സംവിധാനങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. ഈ കാണുന്ന ലോകത്തെ മുഴുവൻ കാണിച്ചിട്ട് ഇത് മുഴുവൻ നമുക്ക് തരാമെന്ന് പറയുന്ന ഒത്തിരി പൈശാചിക സേനാവ്യൂഹങ്ങൾ നമ്മെ വശീകരിക്കുന്നു. നമ്മുടെ കണ്ണിനെ വശീകരിക്കുന്നു, നമ്മുടെ ജഡത്തെ വശീകരിക്കുന്നു. തീർന്നില്ല, നമ്മുടെ അകത്ത് കിടക്കുന്ന ആഗ്രഹങ്ങളെ സമ്പുഷ്ടീകരിക്കാൻ ശക്തമായ ചിന്തകൾ അവ നമ്മുടെ അകത്ത് തരുന്നു. ഇതൊന്നും ദൈവത്തിൽ നിന്നല്ല, ഇതൊക്കെ ലോകത്തിൽ നിന്നാണ്. പ്രൈസ് ഗോഡ്. ഏദൻ തോട്ടത്തിൽ, ഏദൻ പറുദീസയിൽ ഒന്നാമത്തെ ആദാമായ എനോഷ് എന്നൊക്കെ പറയുന്ന ആ മനുഷ്യരെ ചതിച്ച അതേ ദുഷ്ടപിശാച് ഒടുക്കത്തെ ആദാമായ ജീവിപ്പിക്കുന്ന ആത്മാവായ കർത്താവ് ലോകത്ത് വെളിപ്പെട്ടപ്പോൾ കർത്താവിൻ്റെ അടുക്ക പോയിട്ട് പറയാ, ശ്രോത്രം, ഇത് മുഴുവൻ കാണിച്ചു അല്ലേ? ശ്രോത്രം നോക്കിക്ക്. അപ്പുറത്ത് ഇതുപോലെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചിന്തിച്ചാൽ നമ്മുടെ ഉള്ളിലേക്ക് വേറൊരു മനുഷ്യനും വരും. ആരാ ഇത്? അദ്ദേഹം കർത്താവൊന്നുമല്ല, കർത്താവിന് മുമ്പേ ജീവിച്ചിരുന്നൊരു പക്തനായ മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ പേര് നമുക്കറിയാം. അവൻ ജനനത്തിങ്കൽ സുന്ദരൻ എന്നൊരു ഭാഗത്ത്, മറുഭാഗത്ത് ദിവ്യസുന്ദരനെന്ന് സ്തെഫാനോസ് പ്രസംഗിച്ചപ്പോൾ പറയാം, ദിവ്യസുന്ദരൻ. അവന് പേരിട്ട് കൊടുക്കാൻ ഒരു കാരണമുണ്ട്. ഇവനെ വെള്ളത്തിൽ നിന്നെടുത്തത് കൊണ്ട്, വലിച്ചെടുത്തത് കൊണ്ട് അവൻ ആ പേര് കൊടുത്തു. പ്രൈസ് ഗോഡ്. പിന്നെ അവൻ വാക്തത്വ സന്തതി പോലെ ജനിച്ച ഒരാളാണ്. എങ്ങനെ? 4ാം തലമുറക്കാർ ഇവിടേക്ക് മടങ്ങി വരുമെന്നുള്ളൊരു ആലോചന നേരത്തെ ഉണ്ടായിരുന്നല്ലോ. അതനുസരിച്ച് വന്നയാളാ. അദ്ദേഹത്തിൻ്റെ പേരാണ് മോശ. പ്രൈസ് ഗോഡ്. അദ്ദേഹത്തിൻ്റെ മുൻപാകെ സകലതും വെച്ചു. അവിടെ വളർന്ന് എവിടെ? മിസ്രയീമിലെ കൊട്ടാരത്തിലാണ് വളരുന്നത്. പ്രൈസ് ഗോഡ്. ഇഷ്ടം പോലെ തിന്നാനുണ്ട്, ഇഷ്ടം പോലെ കുട്ടിക്കാനുണ്ട്, ഇഷ്ടം പോലെ സമ്പത്തുണ്ട്. തനിക്കൊരു പദവിയുണ്ട്, ഫറവോന്റെ പുത്രിയുടെ മകൻ. മിസ്രയീമിലെ നിക്ഷേപങ്ങൾ എന്ന് പറഞ്ഞാൽ ചെറുതല്ല, ഒത്തിരിയ. അന്ന് കാലത്തെ ഈ ജോസഫിൻ്റെ കാലത്ത് ക്ഷാമം വന്നപ്പോൾ നമുക്കറിയാലോ, അവിടെ കഴിക്കാനും കുടിക്കാനും ഒന്നും ഇല്ലല്ലോ. എവിടെ? മറ്റു രാജ്യങ്ങളിൽ. അപ്പോൾ അവരെല്ലാം ഇങ്ങോട്ട് വന്നു, ഇവിടെ അത് ധാന്യം കൈക്കൊണ്ടു. അന്നേരം പോകുമ്പോൾ അവരുടെ കൈവശമുള്ള സമ്പത്ത് അവിടെ വെച്ചു. അത് കൊടുത്തിട്ടാണ് അവരിവിടെ നിന്ന് അങ്ങോട്ട് തിരിച്ചു പോയത്. പ്രൈസ് ഗോഡ്. അപ്പോൾ മിസ്രയീമിലെ സമ്പത്ത് എന്ന് പറഞ്ഞാൽ അതിങ്ങനെ കുമിഞ്ഞുകൂടി കിടക്കുകയാണ്. മാത്രമല്ല 1000 വർഷം ലോകത്തെ ഭരിച്ച ഒരു ശക്തമായ സാമ്രാജ്യമായിരുന്നു ഈജിപ്ഷ്യൻ സാമ്രാജ്യം. അപ്പോൾ അവിടുത്തെ സമ്പത്ത് എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെയുള്ള സമ്പത്തൊന്നുമല്ല. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. അത്രമാത്രം സമ്പത്ത് അവിടെ വെച്ചു. മോശയ്ക്ക് ഇതെല്ലാം കാണിച്ചു കൊടുത്തു. മോശയോട് ചോദിച്ചു, ഫറവോന്റെ പുത്രിയുടെ മകനെന്ന് വിളിക്കണോ? മിസ്രയീമിലെ സകല നിക്ഷേപങ്ങൾ നിങ്ങൾക്ക് വേണോ? പാപത്തിൻ്റെ തൽക്കാല ഭോഗം വേണോ? സ്തോത്രം. ആ വാക്യം ഞാൻ വായിക്കാം. എബ്രായലേഖനം 11-ാം അധ്യായം അതിൻ്റെ 24 മുതലുള്ള വേദഭാഗങ്ങൾ. വിശ്വാസത്താൽ മോശ താൻ വളർന്നപ്പോൾ പാപത്തിൻ്റെ തൽക്കാല ഭോഗത്തേക്കാൾ. അപ്പോൾ പാപത്തിൻ്റെ തൽക്കാല ഭോഗം തൻ്റെ മുൻപിൽ വെച്ചു. സ്തോത്രം. തീർന്നില്ല, അവൻ ഫറവോന്റെ പുത്രിയുടെ മകൻ എന്നൊരു പേര് തൻ്റെ മുൻപിൽ വെച്ചു. സ്തോത്രം. തീർന്നില്ല, മിസ്രയീമിലെ സകല നിക്ഷേപങ്ങളും തൻ്റെ മുൻപിൽ വെച്ച്. ഒരു ഭാഗത്ത് നോക്കിയാൽ ഇതൊക്കെ എങ്ങനെ ഉപേക്ഷിക്കാം? എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെ മുൻപിൽ ഇതൊക്കെ നിരത്തി വെച്ചിരിക്കുകയാണ്. നമുക്കേത് വേണം? പാപത്തിൻ്റെ തൽക്കാല ഭോഗം വേണം.
ഈ ലോകത്തിൻ്റെ പേരും പ്രസിദ്ധിയും മതിയോ? പദവികൾ മതിയോ? നമ്മളെ മാടി വിളിക്കുന്ന നിക്ഷേപങ്ങൾ നമ്മുടെ മുൻപിലുണ്ടോ? നമുക്കത് മതിയോ? എന്താ വേണ്ടേ? തീരുമാനം നമുക്കെടുക്കാം. ഒരു കാര്യം നിങ്ങൾ ഓർക്കുക സ്നേഹിതരെ, ഇതെല്ലാം താൽക്കാലികമാണ്. ഇതെല്ലാം കാണുന്നത് താൽക്കാലികമാണ്, കാണാത്തതോ നിത്യമാണ്. 50, 60, 70, 80, 100, 120 നമുക്കിതൊക്കെ വേണമെങ്കിൽ കിട്ടുമായിരിക്കും. അതും അനുഭവിക്കാൻ കഴിയുമെന്ന് നമുക്ക് പൂർണ്ണമായ പ്രതീക്ഷയില്ല. പ്രൈസല്ലോ. അത് പല രോഗങ്ങൾ ശരീരത്തിൽ കയറിയാൽ ചിലപ്പോൾ ഇതൊന്നും കഴിക്കാൻ പറ്റുകയില്ല. സൗകര്യങ്ങളൊക്കെ നല്ലതാണ്, എല്ലാം നമ്മുടെ മുൻപിലേക്ക് കൊണ്ടുവരികയാണ്. വേണ്ടത് ഏതാ? മോശം എന്താ ഇതെന്നറിയാവോ? പാപത്തിൻ്റെ തൽക്കാല ഭോഗത്തെക്കാൾ ദൈവജനത്തോടു കൂടെ കഷ്ടം അനുഭവിക്കുന്നത് തെരഞ്ഞെടുത്തെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും വില കൂടിയൊരു വസ്തു ഒരു വലിയ റൂമിനകത്ത് കിടക്കുന്ന ഏതെങ്കിലും ധാന്യ ശേഖരത്തിനകത്ത് വീടുപോയാൽ അതിൽ നിന്ന് കുറച്ച് മാറ്റിയെടുത്തിട്ട് വില കൂടിയ വസ്തു, സ്വർണമോ വൈര്യമോ രത്നമോ വൈഢൂര്യമോ എന്തോ ആകട്ടെ, ആ വില കൂടിയ വസ്തു വീണ ഇടത്തുനിന്ന് കിട്ടേണ്ടതിനെ കുറച്ച് മാറ്റും. അതിങ്ങനെ ചകഞ്ഞ് പരിശോധിക്കും, ഇതിനകത്ത് കിട്ടുമെന്ന് കാണാൻ. ഇതുപോലെ മോശ സൂക്ഷ്മ പരിശോധന ചെയ്തിട്ട് ദൈവജനത്തോടു കൂടെ കഷ്ടം അനുഭവിക്കുന്നത് തിരഞ്ഞെടുത്തു. സ്തോത്രം. മാത്രമല്ല പുള്ളിക്കാരൻ വേറൊരു സംഗതി നോക്കി, പ്രതിഫലം. അപ്പം നമ്മുടെ നോട്ട് എവിടെ ആയിരിക്കണം? പ്രതിഫലമായിരിക്കണം. പഴയൊരു പാട്ടുണ്ടല്ലോ, പ്രതിഫലത്തിന്മേൽ നോട്ടം വെച്ച് സഹിക്കുക നാം വിധി ദിനത്തിൽ. ഒരു ദിവസം നാം ബേമയുടെ മുമ്പിൽ വരും കേട്ടോ. സ്തോത്രം. ഗ്രീസിലെ ഒളിമ്പിക്സ് കഴിയുമ്പോൾ സമ്മാനം മേടിക്കാനായിട്ട് അവർക്ക് ഒരു സിംഹാസനമുണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് ബേമ. ക്രിസ്തുവിൻ്റെ ന്യായാസനം, ദൈവത്തിൻ്റെ ന്യായാസനം എന്നൊക്കെ പറയപ്പെടുന്ന ഒന്നേ ഉള്ളൂ. അതവിടെ നമ്മൾ ചൊല്ലും, പേര് വിളിക്കും. അന്നേരം ആ പ്രതിഫലം നമുക്ക് മതിയോ? അല്ല, ഇവിടത്തെ വേണോ? സ്തോത്രം. ഇവിടത്തെ വേണമെങ്കിൽ നമുക്ക് ഈ ലോകത്തിലേക്ക് പോകാം. അല്ല, അതാണ് വേണ്ടതെങ്കിൽ ഇത് വിട്ട് അങ്ങോട്ട് യാത്ര ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. തീർന്നില്ല പ്രിയമുള്ളവരെ, താൻ മിസ്രയീമിലെ സകല നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിൻ്റെ നിന്ന വലിയ ധനം എന്ന് എണ്ണി. മിസ്രയീമിലെ നിക്ഷേപങ്ങൾ ഒത്തിരി അല്ലേ, കുമിഞ്ഞുകൂടി കിടക്കുന്നത്. തന്നെ ഇട്ടു മൂടാം. തൻ്റെ അടുത്ത തലമുറ അവർക്കെല്ലാം വിട്ടുമൂടി സുഖിച്ച് സുന്ദരമായി വാഴാനുള്ള സകല നന്മകളും അതിനകത്തുണ്ടായി. പക്ഷെ അതിനൊക്കെ വലുതായി ക്രിസ്തുവിൻ്റെ നിന്ന് മതി. പഴയ പാട്ടുണ്ടല്ലോ, പാപത്തിന് തൽക്കാല ഭോഗം വേണ്ട, ദൈവജനത്തിൻ്റെ കഷ്ടം മതി. അപ്പൊ കർത്താവിന് പിശാച് കൊണ്ടുപോയിരിക്കുക. ഈ ലോകത്തുള്ള സകല രാജ്യങ്ങളെ കാണിച്ചിട്ട് അതിൻ്റെ മഹത്വം, ഗ്ലോറി, ഡോക്സ കേട്ടാ. അപ്പം ഈ ലോകത്തിനൊരു മഹത്വം ഉണ്ട് കേട്ടോ. ഈ ലോകത്തിന് മഹത്വമാണ്. ഒത്തിരി കാര്യങ്ങൾ ഇതിനോടനുബന്ധിച്ച് പറയേണ്ടതുണ്ട്. പക്ഷെ ഇത് ദൈവവചനമാണല്ലോ. പ്രൈസ് ഗോഡ്. നമ്മെ കൊണ്ടുപോകും, വലിയ സ്ഥാനങ്ങൾ നമുക്ക് നൽകും. ഇവിടെ ഇരുന്നാൽ മതി എന്ന് പറയും. വീട്ടുകാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കൊള്ളാം എന്ന് പറയും. നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാൾ മനോഹരമായ പോസ്റ്റുകൾ നമുക്ക് വരും. നിയമനങ്ങൾ നൽകും. ലോകത്തിൻ്റെ തൽക്കാല ഭോഗങ്ങളിലൂടെ ദൈവം നമ്മെ ഏൽപ്പിച്ച ദൗത്യത്തെ തകർത്ത് കളയാൻ ദുഷ്ടനായ പിശാച് എനിക്കും നിങ്ങൾക്ക് വിരോധമായി ഒരുക്കുന്ന കെണികൾ തിരിച്ചറിഞ്ഞിട്ട് അതിനെ നിഷ്കാസനം ചെയ്യാൻ ആത്മാവിൻ്റെ പടവാൾ ദൈവവചനം എന്തിക്കൊണ്ട് അതിനെതിരെ സമരം ചെയ്യാൻ ജഡത്തെ അതിൻ്റെ രാഗമോഹാദികളോടെ തകർത്ത് കളഞ്ഞിട്ട് ലോകത്തെ ദൈവവചനത്താൽ പ്രാർത്ഥനയാലും കണ്ണുനീരാലും ജയിച്ചിട്ട് ദൈവവചനം നമുക്ക് ദൈവത്തോടടുത്തിട്ട് ദൈവത്തിൽ നിന്നുള്ളത് മതി എന്ന് വയ്ക്കാം. പ്രൈസ് ദി ലോർഡ്. അല്ല, ദൈവം നിങ്ങൾക്ക് തരുന്നത് അനുഭവിച്ചോളൂ. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ഇവിടെ പിശാച് കർത്താവിനെ കൊണ്ടുപോയിട്ട് ഏറ്റവും ഉയർന്നൊരു മല, അങ്ങനെ അവിടെ എഴുതിയിരിക്കുന്നു. അത് കൊണ്ടുപോയിട്ട് ലോകത്തിലെ സകല രാജ്യങ്ങൾ അവയുടെ അതിൻ്റെ ഡോക്സ, ഗ്ലോറി, മഹത്വം കാണിച്ചു. ആരാ വീഴാതിരിക്കുക? ആരും വീണു പോവില്ലേ? കണ്ണൊക്കെ മഞ്ഞളിച്ചു പോവല്ലയോ? സ്തോത്രം. നമ്മളതിനകത്ത് പോകാൻ സാധ്യതയുണ്ട്. പോകാനുള്ള സാധ്യതകൾ നമ്മുടെ മുൻപിൽ വരുമ്പോൾ, നമുക്ക് ഇങ്ങനെ ഓഫറുകൾ വരുമ്പോൾ, ദൈവനാമത്തെ പ്രതി ഇത് ഉപേക്ഷിക്കാൻ നിങ്ങളിൽ എത്ര പേർ തയ്യാറാകും? ഇന്ന്
ഈ സന്ദേശം നിങ്ങൾ പകലാണ് കേൾക്കുന്നതെങ്കിൽ, രാത്രിയാണ് കേൾക്കുന്നതെങ്കിൽ, ഒരു വലിയ ഓഫറിൻ്റെ പെരുമഴ നിങ്ങളുടെ മുമ്പിൽ വരികയാണ്. ഏത് വേണമെന്ന് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. പക്ഷെ ഒരു കാര്യം ഓർത്തോ, അത് ദൈവത്തിൻ്റെതല്ല. ഫൈസല്ലോ ആരോടോ ഇന്ന് ഈ സമയം കർത്താവിന് പറയാനുള്ളത്, ഒരു ഓഫർ നിങ്ങളുടെ മുമ്പിൽ വരുന്നു. അത് ദൈവത്തിൻ്റെതല്ല. നിങ്ങൾ ദൈവികമെന്ന് കരുതി അതിലേക്ക് എടുത്തു ചാടിയാൽ നഷ്ടം. പുറകിലൊരു വലിയ സമൂഹം നിങ്ങളെ കണ്ടുവരാനുണ്ട്. ഫൈസല്ലോ 30 ലക്ഷമെങ്കിലും ഒരു ചെറിയ കണക്കിൽ നമുക്ക് ചിന്തിക്കാം. സ്തോത്രം അല്ലേ? അവർ വരേണ്ടതിന് നിങ്ങളെ ഒരുക്കുന്ന ചുമതലയാണ് ദൈവം നിങ്ങളുടെ പക്കലിരിക്കുന്നത്, തരുന്നത്. സ്തോത്രം. അതാണ് ദൈവത്തിൻ്റെ വലിയ സ്നേഹം നിങ്ങളെക്കുറിച്ച്. അതിനെ കൊണ്ടുപോകാൻ തമ്പുരാൻ നിങ്ങളെക്കുറിച്ച് ആഗ്രഹിച്ചിട്ട് ഒരു വലിയ ദൈവിക നിയമനത്തിലേക്കോ പദവിയിലേക്കോ ദൈവം നിങ്ങളെ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുമ്പോൾ, മറുഭാഗത്ത് ഈ ലോകത്തെ കാട്ടി മാടി വിളിക്കുന്ന പലതും നിങ്ങളെ ചതിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ, അതിനെ ഉപേക്ഷിച്ചുകൊണ്ട് തിരുസന്നിധിയിലേക്ക് മടങ്ങി വരാൻ ദൈവാത്മാവിൻ്റെ ഒരു ഉപദേശം, സന്ദേശം നിങ്ങൾക്ക് ഇന്ന് ഞാൻ കൈമാറുകയാണ്. പ്രൈസ് ഗോഡ്. ഇനി വേറൊരു കാര്യം, ഇത് കൈവശമാക്കണമെങ്കിലേ ഇത് കാണിച്ചിട്ട് അങ്ങനെ തന്നെ തരികയല്ല കേട്ടോ. പ്രൈസ് അല്ലേ. ഒരു കണ്ടീഷൻ പുള്ളിക്കാരൻ വയ്ക്കുന്നുണ്ട്. എന്താണെന്നറിയാമോ? എന്നെ ഒന്ന് നമസ്കരിക്കണം ഈ ലോകത്തിൻ്റെ മോഹം കിട്ടാൻ. സ്നേഹിത, നിനക്കവനെ നമസ്കരിക്കേണ്ട ആവശ്യമുണ്ടോ? ആരോടോ ചോദിക്കുന്നത് നോക്കിക്ക്. വേറെ ആരോടുമല്ല, പുള്ളി കൃത്യമായിട്ട് അറിയാം ഇതാരാന്ന്. സ്തോത്രം. ഒരിക്കൽ ഇവൻ്റെ സേനാവ്യൂഹങ്ങളിൽപ്പെട്ട ചിലർ ഇങ്ങനെ നിലവിളിച്ചില്ലേ, മഹോന്നതൻ്റെ പുത്ര, എനിക്ക് നിനക്ക് തമ്മിൽ എന്താന്ന്. യവൻ്റെ ശിങ്കടികൾക്ക് അതറിയാം. അങ്ങനെയെങ്കിൽ അവനതറിയാതിരിക്കുമോ? സ്തോത്രം. വീട് എന്നെ നമസ്കരിച്ചാൽ ഇതൊക്കെയും നിനക്ക് തരാം. ലോകത്തിൻ്റെ മോഹങ്ങളിൽ വശീകരിക്കപ്പെട്ടിട്ട് ലോകത്തിലേക്ക് ഇറങ്ങാൻ ഇന്ന് രാത്രിയിലോ ഇന്ന് പകലിലോ ഈ സന്ദേശം കേൾക്കുന്ന സമയത്തോ അകത്തൊരു ദാഹം കിടപ്പുണ്ടെങ്കിൽ അതിനെ മുറിക്കാൻ, അതിനെ വേരോടെ പിടുതാൻ, അതിനെ വേരോടെ റൂട്ട് ഔട്ട് നടത്താൻ ദൈവാത്മാവിൽ ഒരു സന്ദേശം ഞാൻ നിങ്ങൾക്ക് കൈമാറുകയാണ്. അപ്പം വീട് ഞാനൊന്ന് നമസ്കരിച്ചാൽ മതി. സ്തോത്രം. വീട് നമസ്കരിച്ചാൽ ഞാനിതൊക്കെ തരാം. പ്രൈസ് ദി ലോർഡ്. കർത്താവ് എന്നെ പറഞ്ഞ്, കർത്താവ് ആരാ? എൻ്റെ പൊന്നെ ദൈവത്തിനെ സ്തോത്രം. കർത്താവ് ആരാ? തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും ധാരാളമായി കൊടുപ്പാൻ സമ്പന്നനെ നമ്മുടെ കർത്താവ്. പ്രൈസ് ദി ലോർഡ്. കേട്ടോ, തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും അല്ലലില്ലാതെ കൊടുക്കാൻ ഇതുവരെ വറ്റാത്ത ഉറവ അദ്ദേഹം. ഇതുവരെ ആ ഉറവയിൽ നിന്ന് ഒന്നും കുറഞ്ഞു പോയിട്ടില്ല. സമുദ്രത്തിൽ നിന്ന് എത്ര വെള്ളം എടുത്തിട്ട് അത് കുറയുന്നുണ്ടോ? സ്തോത്രം. ഇല്ല, ഇപ്പോഴും കയറിക്കൊണ്ടിരിക്കും. ചില ഇടങ്ങളിൽ ഇട്ടേച്ച് പോയി വേണ്ടാന്ന്. പ്രൈസ് ദി ലോർഡ്. ചിലയിടത്തൊക്കെ കയറിക്കൊണ്ടിരിക്കുക സമുദ്രം തന്നെ ഞാൻ എടുത്തോളാന്ന്. പ്രൈസ് ദി ലോർഡ്. എത്ര വെള്ളം അവിടെ നിന്ന് എടുത്ത് ഉപയോഗിച്ചാലും അതിനകത്തൊരു വറ്റലോ കുറവോ വരുന്നില്ലെങ്കിൽ എൻ്റെ പൊന്നെ നമ്മുടെ കർത്താവിൻ്റെ സമ്പന്നതയുടെ ആഴം വളർന്നാൽ അതിനെ വറ്റിക്കാൻ ഈ ലോകത്തിൽ ആർക്കെങ്കിലും പറ്റും? അതൊക്കെ വേണ്ടെന്ന് വെച്ചിട്ട് നിത്യവും വിശുദ്ധവും ദൈവത്തിൻ്റെ മഹത്വവും നിറഞ്ഞ സ്വർഗം വിട്ടിട്ട് ഈ ശാപമേറ്റ് കിടക്കുന്ന ഭൂമിയിലേക്ക് ഇറങ്ങി വന്നിട്ട് മനുകുലത്തിന് വേണ്ടി എല്ലാം സഹിക്കാൻ തയ്യാറായ കർത്താവിൻ്റെ അടുക്കൽ നിൻ്റെ ഈ വക സാധനങ്ങൾ നിരത്തി വെച്ചാൽ എൻ്റെ കർത്താവ് അത് സ്വീകരിക്കുന്നു എന്നൊരു തോന്നൽ നിനക്കുണ്ടോ? വിശാലേ, അതതിൻ്റെ വെറും തോന്നല. ഇന്ന് രാത്രിയിലോ ഇന്ന് പകലോ ഇന്ന് ഉച്ചയ്ക്കോ ഏത് സമയത്തോ ഈ സന്ദേശം നിങ്ങൾ കേൾക്കുന്നുവെങ്കിൽ പ്രിയമുള്ളവരെ, നിങ്ങളുടെ അകത്ത് ക്രിസ്തുവിൻ്റെ സാന്നിധ്യമുണ്ടെങ്കിൽ, ക്രിസ്തുവിൻ്റെ മനസ്സ് നിങ്ങളുടെ അകത്തുണ്ടെങ്കിൽ, ക്രിസ്തുവിനെയാണ് നിങ്ങൾ ചുമക്കുന്നതെങ്കിൽ, ക്രിസ്തുവിനെയാണ് നിങ്ങൾ പിൻഗമിക്കുന്നതെങ്കിൽ, അതിനോട് നോ പറഞ്ഞിട്ട് അതിനെ വിട്ടിട്ട് തിരുസന്നിധിയിലേക്ക് മടങ്ങി വരാൻ കർത്താവിൻ്റെ കൃപ നിങ്ങളുടെ മേൽ ധാരാളമായി തമ്പുരാൻ നൽകുമാറാകട്ടെ. യേശു സാത്താനോട് എന്നാ പറഞ്ഞെന്നറിയാമോ? സാത്താനെ, എന്നെ വിട്ടുപോ. നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ചിട്ട് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. എഴുതപ്പെട്ട തിരുവചന നിമിത്തം സാധാന്യ ശക്തികളും ലോകത്തെയും ജയിപ്പാൻ തയ്യാറെങ്കിൽ അകൈതവമായത് നിങ്ങൾക്ക് തന്ന് നിങ്ങളെ മാനിപ്പാൻ മുൻപിൽ വെച്ച് സന്തോഷം ഓർത്തപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ച് ദൈവസിംഹാസനത്തിന് ഇരുന്ന് നമ്മുടെ കർത്താവിനോട് അടുത്തിരിപ്പാൻ, സഭയിൽ പദവികൾ തരാൻ, അഥവാ സഭയ്ക്ക് തമ്പുരാൻ അവിടെ പദവി തരാൻ ആഗ്രഹിക്കുന്നു. അതിലേക്ക് ദൈവം നിങ്ങളെ നടത്തട്ടെ. കണ്ണുകളടയ്ക്കാം, തലകൾ വണക്കാം, പ്രാർത്ഥിക്കാം. സ്വർഗപിതാവേ, തിരുകൃപയ്ക്ക് സ്തോത്രം. കേട്ടതൊഴുകി പോകാതെ അധികം ശ്രദ്ധയോടെ കരുതുവാൻ കർത്താവെ അങ്ങ് തൻ്റെ ജനത്തെ സഹായിക്കണമേ. അവിടുന്ന് അത് ചെയ്തല്ലോ, പ്രാർത്ഥന കേട്ടല്ലോ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ
പ്രിയപ്പെട്ടവർ അനുഗ്രഹിക്കുന്നു. അനുഗ്രഹ വിഷയമാകട്ടെ. യേശു ക്രിസ്തുവിൻ നാമത്തെ സ്വർഗപിതാവേ, ആമേൻ. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഞാൻ ഫോൺ നമ്പർ പറയാം. 90 37 33 17 98 9037331798 വിളിച്ചിട്ട് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കാം. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.